മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ഇസ്രായേലേ, ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. ഇസ്രായേലേ, ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വയലേലകളിൽ കതിരുകളായി വിള കൊയ്യാനായി അണിചേർന്നിടാം. വയലേലകളിൽ കതിരുകളായി വിള കൊയ്യാനായി അണിചേർന്നിടാം. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. എന്തിനെന്നറിയില്ല, എങ്ങിനെന്നറിയില്ല, എപ്പോഴോ നിന്നെ ഇഷ്ടമായി, ഇഷ്ടമായി. എന്നാണെന്നറിയില്ല, എവിടെയെന്നറിയില്ല, എന്നിലെ എന്നെ നീ തടവിലാക്കി.
എല്ലാം സ്വന്തമാക്കി, നീ സ്വന്തമാക്കി. എന്തിനെന്നറിയില്ല, എങ്ങിനെന്നറിയില്ല, എപ്പോഴോ നിന്നെ എനിക്കിഷ്ടമായി. ഇലകൾ കൊഴിയുമാ ശിശിര സന്ധ്യകൾ ഇന്നെന്റെ സ്വപ്നങ്ങളിൽ വസന്തമായി. ഇതുവരെയില്ലാത്തോരഭിനിവേശം ഇന്നെന്റെ ചിന്തകളിൽ നീയുണർത്തി. നീ എന്റെ പ്രിയ സഖി പോകരുതേ, ഒരു നാളുമെന്നിൽ നിന്നകലരുതേ. എന്തിനെന്നറിയില്ല, എങ്ങിനെന്നറിയില്ല, എപ്പോഴോ നിന്നെ എനിക്കിഷ്ടമായി, ഇഷ്ടമായി. മിഴികളിലീറനായി നിറയുമെൻ മൗനവും വാചാലമായി ഇന്നു മാറി. അഞ്ചിതമാക്കി അഭിലാഷങ്ങളെ ഇന്നു നീ വീണ്ടും തൊട്ടുണർത്തി. നീ എന്റെ പ്രിയ സഖി പോകരുതേ, ഒരു നാളുമെന്നിൽ നിന്നകലരുതേ. എന്തിനെന്നറിയില്ല, എങ്ങിനെന്നറിയില്ല, എപ്പോഴോ നിന്നെ എനിക്കിഷ്ടമായി. എന്നാണെന്നറിയില്ല, എവിടെയെന്നറിയില്ല, എന്നിലെ എന്നെ നീ തടവിലാക്കി. എല്ലാം സ്വന്തമാക്കി, നീ സ്വന്തമാക്കി. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും തന്മാറിനോടു ചേർത്തിടും, സാരമില്ലെന്നോ. താമസിച്ചാണെങ്കിൽ
കരുണാസമ്പന്നനായ ദൈവം നമ്മളെ ഈ നല്ല മുഹൂർത്തത്തിലേക്ക് യാതൊരു ആപത്താർത്ഥങ്ങളും കൂടാതെ ദൈവത്തിന്റെ യാത്രയിലൊക്കെ താങ്ങി നമ്മെ ഇവിടത്തോളം കൊണ്ടെത്തിച്ചു. ദൈവം അതിൻ്റെ മധ്യത്തിൽ തൻ്റെ സാന്നിധ്യം ഉറപ്പാക്കും എന്നുള്ളത് ബൈബിളിൽ നമുക്കുള്ള മാറ്റമില്ലാത്ത ഒരു വാഗ്ദത്തമാണ്. എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെയാണ് എങ്കിൽ സ്വരങ്ങളെ ശ്രദ്ധിക്കുക. നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം ദൈവ സാന്നിധ്യത്തിന് അല്ലെങ്കിൽ കർത്താവിന് കടന്നു വരുവാനായിട്ടൊരു തടസ്സമല്ല. എവിടെ കൂടിയാലും ഞാൻ അവിടെ വരും എന്നാണ് കർത്താവ് പറഞ്ഞതെങ്കിൽ നിശ്ചയമായിട്ടും പ്രിയമുള്ളവരെ, ഈ രണ്ട് ദൈവമക്കളുടെ വിവാഹ നിശ്ചയ ശുശ്രൂഷയിലേക്ക് കർത്താവിന്റെ നാമത്തിൽ നമ്മൾ ചേർന്ന് വന്നിരിക്കുമ്പോൾ നിശ്ചയമായും അദൃശ്യനായി കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. ഇവിടെ കടന്നു വന്നിട്ടുള്ള ആരേക്കാളും വിലയേറിയവനും ആരാധീനമായിട്ടാണ് കർത്താവ് നമ്മുടെ മധ്യത്തിലുള്ളത്. പക്ഷെ പലപ്പോഴും നമ്മുടെ കണ്ണുകൾ കൊണ്ട് ബാഹ്യനേത്രങ്ങൾ കൊണ്ട് നമ്മൾ കർത്താവിനെ കാണാത്തത് കൊണ്ട് നമുക്ക് പലപ്പോഴും ആ ഒരു ഇമ്പോർട്ടൻസ് ഫീൽ ചെയ്യാറില്ല. പലപ്പോഴും സ്ഥലകാല സാഹചര്യങ്ങളാണ് ദൈവത്തോടുള്ള നമ്മുടെ ഭക്തിയെ സ്വാധീനിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ വീടിന്റെ അന്തരീക്ഷത്തിൽ ഈ ചെറിയ കപ്പലിന്റെ അകത്ത് കർത്താവിന്റെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന സത്യം ഇതാണ്: ഇവിടെ ഇരിക്കുന്ന ഈ വിവാഹ നിശ്ചയത്തിലുള്ള ലക്ഷ്യം തോന്നുന്ന ജീവിതത്തെക്കാളും രക്ഷയെക്കാളും അവരുടെ ഭവനങ്ങളെക്കാളും എല്ലാം പ്രാധാന്യം അറിയിക്കുന്നതിനായി അദൃശ്യനായി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ മരിച്ച് നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്താൻ പാടി സ്തുതിക്കാൻ നമ്മൾ മാറ്റിവെക്കുകയാണ്. ഓൾറെഡി നമ്മൾ ലേറ്റാണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ ഒട്ടും താമസിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രിയമുള്ളവരൊക്കെയും തീർക്കും. അതുകൊണ്ട് ക്ഷമയോടെ ശാന്തയോടെ പ്രിയമുള്ള നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന യേശു നല്ലവൻ അവൻ വല്ലവൻ എന്നുള്ള പാട്ടിൻ്റെ വരികൾ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തും. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ഒരു ശബ്ദം ഞാൻ കേട്ടു, ഹല്ലേലൂയ എന്നുള്ളതായിരുന്നു. അതുപോലെ പ്രിയമുള്ള നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിന് മഹത്വം കൊടുക്കാം. യേശു നല്ലവൻ അവൻ വല്ലവൻ. എല്ലാവർക്കും അവൻ വല്ലവൻ അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ അവൻ വല്ലവൻ അവൻ ദയയോ എന്നുമുള്ളത്. സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്വപിതാവേ, അനുഗ്രഹീതമായി മധ്യാഹ്നത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങൾ ദീർഘനാളുകളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപോലെ ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്കൊന്നിച്ച് കടന്നു വരുവാനും അങ്ങയുടെ കരുണയ്ക്കായി അപേക്ഷിക്കുവാനും നൽകി തന്ന അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പ്രിയ കർത്താവേ, സ്തോത്രം. ജിനുവും ഹാലെ കൂടെയുള്ളവരും നിലമ്പൂരിൽ നിന്ന് യാത്ര തിരിച്ച് ക്ഷേമത്തോടെ ഇവിടെ കടന്നു വരുവാൻ കർത്താവരെ സഹായിച്ചതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതിനാൽ ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയം അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം, അദൃശ്യമായ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകി ഇരിക്കുവാൻ അവിടുത്തെ സഹായം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ചെയ്യുവാൻ പോകുന്നതിനാൽ സ്തോത്രം. തുറന്നിവിടെ അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയ്ക്കും സമൂഹത്തിനും എല്ലാം ഈ വിവാഹബന്ധം അനുഗ്രഹമായി തീരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും നീ സ്നേഹിക്കുന്നതിനാൽ സ്തുതിക്കുന്നു. അവിടുത്തെ പുത്തൻ മുഖാന്തരമുള്ള വലിയ രക്ഷയ്ക്ക് ഇന്ന് പകൽക്കാലം ഇവിടെ ആഗതരായിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും അവിടുന്ന് ഒരുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ശ്രീ കർത്താവേ, തുടർന്ന് നടക്കേണ്ടുന്ന വചന ശുശ്രൂഷയും മറ്റെല്ലാ
കാര്യങ്ങളും അങ്ങയുടെ നാമമഹത്വത്തിനായി ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകമായി തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും അവിടുന്ന് പകരുമാറാകണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം. അങ്ങയുടെ പുനോമനപുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ ചെയ്യുന്ന ഏത് കാര്യങ്ങളിൽ മഹത്വപ്പെടുത്തിയാൽ പ്രാർത്ഥന കേട്ടതിനാൽ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ യാചിക്കുന്നു, കേൾക്കണമേ പിതാവേ. നടന്നാൽ മാത്രമേ നാം ഇന്ന് നിശ്ചയിക്കുന്ന ഡേറ്റിൽ ഒരു വിവാഹം നടക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വിവാഹ നിശ്ചയമില്ലാതെ ഒരു വിവാഹമില്ല. അപ്പോൾ ഇന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ അവർ രണ്ടുപേരോടും ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. വിവാഹത്തിന് പരിപൂർണ്ണ സമ്മതമാണെന്നുള്ള ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പരിപൂർണ്ണ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ വരുന്ന ഏതെങ്കിലും ദിവസം അടുത്ത മാസം നിശ്ചയിച്ചിരിക്കുന്ന ആ ഡേറ്റിൽ ആ വിവാഹം നടക്കുകയുള്ളൂ. തിരുവചനത്തിൽ നാം ഇപ്രകാരം ഒരു പ്രത്യേകമായൊരു കാര്യം കാണുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്തോസ് 5 അതിൻ്റെ 11 അധ്യായം അതിൻ്റെ 2 വാക്യം അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പൗലോസ് സഭയെക്കുറിച്ച് ഇപ്രകാരം പറയുകയാണ്, ക്രിസ്തു എന്ന പുരുഷനുമായിട്ട് ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. കാരണം പൗലോസിനറിയാം, കുറെ ഭാവി കാലത്ത് ക്രിസ്തു വാനമേഘത്തിൽ വരും. അപ്പോൾ കർത്താവിൻ്റെ വിവാഹം മധ്യാകാശത്ത് നടക്കും. ഏതൊക്കെ വ്യക്തികളാണോ ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് പൗലോസ് പറയുകയാണ്, ക്രിസ്തു എന്ന ഏകപുരുഷൻ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്താണ് ഇതിവിടെ അർത്ഥമാക്കുന്നത്? എപ്രകാരമാണ് ക്രിസ്തുവുമായിട്ടൊരു വിവാഹ നിശ്ചയം നമുക്ക് നടക്കുന്നത്? തിരുവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ നാം കാണുന്ന പ്രധാനപ്പെട്ട കാര്യം യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ്. ആ മനസ്സമ്മതത്തിൽ ആ പെൺകുട്ടിക്ക് വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു. വളരെ നിർബന്ധിച്ചാണ് ഈ പെൺകുട്ടിയെ വിവാഹ നിശ്ചയത്തിന് ആ മനസ്സമ്മതം എന്നുള്ള ആ ചടങ്ങിന് വേണ്ടി കൊണ്ടുപോയത്. പാപത്തിലാണെങ്കിൽ കർത്താവിലേക്ക് തിരിഞ്ഞാൽ കർത്താവ് നമ്മെ പാപത്തിൽ നിന്ന് വിടുവിക്കും. നാം മനസ്സമാധാനമില്ലാതെ വലിയുന്നെങ്കിൽ കർത്താവ് നമ്മുടെ മനസ്സമാധാനം മാറ്റി ആശ്വാസവും സൗഖ്യവും കർത്താവ് നമുക്ക് നൽകും. നമുക്ക് കർത്താവിലേക്ക് തിരിയാം. പാപങ്ങളുടെ പരിഹാരകനായ ലോകരക്ഷകനായ കാൽവരി ക്രൂശിൽ അവസാനിക്കുന്ന രക്തം വരെ ചിന്തിയ ആ കർത്താവിനെ നമുക്ക് നോക്കാം. വിശ്വാസ കണ്ണുകൾ കൊണ്ട് നോക്കാം. എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിനെ, പ്രിയ സഹോദരൻ ജിനുവിന്റെയും പ്രിയ സഹോദരി ജൂസിയുടെയും കർത്താവ് വിവാഹ നിശ്ചയം നടക്കുന്നതോടൊപ്പം ക്രിസ്തുവുമായി ഒരു വിവാഹ നിശ്ചയം നടത്തുവാൻ തക്കവണ്ണം കർത്താവെ ചില വ്യക്തി ജീവിതങ്ങളെ അവിടെ നിന്ന് വേർതിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ പാപകരമായ ജീവിതത്തിലേക്ക് കടന്നു വരണമേ കർത്താവെ, സമാധാനങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടെ നിന്ന് കടന്നു വരണമേ കർത്താവെ, അവരുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ, ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ കർത്താവെ. അങ്ങനെ കർത്താവ് ഇത് ഒരു കർത്താവ് വിവാഹ നിശ്ചയം മാത്രമല്ല, ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്തോഷത്തോടെ മടങ്ങിപ്പോവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിയുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കട്ടെ. പ്രത്യേകിച്ച് ജിനുവിൻ്റെ ഭാഗത്തു നിന്ന് നിലമ്പൂരിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ജൂസിയുടെ ഭാഗത്തു നിന്ന് കടന്നു വന്നിരിക്കുന്ന ബന്ധുമിത്രാദികളെ ഞങ്ങൾ ഈ വിവാഹ നിശ്ചയത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഇതിൻ്റെ പ്രാരംഭമായി ഞാൻ നിങ്ങളോട് വരനെക്കുറിച്ചും വധുവിനെക്കുറിച്ചും അവരെ നിങ്ങളുടെ എല്ലാവരുടെയും പരിചയത്തിനായി പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ബ്രദർ ജിനു നൈനാൻ, അദ്ദേഹം ഏകദേശം 7 വർഷങ്ങൾക്ക് മുമ്പാണ് ബാംഗ്ലൂരിൽ വെച്ച് കർത്താവായ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ച് ഒരു മാനസാന്തരപ്പെട്ട ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതിനുശേഷം അദ്ദേഹം തിരുവചന സത്യങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ഉള്ള ആഗ്രഹത്തിൽ ബാംഗ്ലൂരിൽ അദ്ദേഹം തൻ്റെ പഠനം പൂർത്തിയാക്കുകയും അതേ തുടർന്ന് ഉദ്യോഗാർത്ഥം കുവൈറ്റിലേക്ക് കടന്നു പോവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഇവിടെ നമ്മോടൊപ്പം കടന്നു വന്നിട്ടുണ്ട്. മിസ്റ്റർ PN നൈനാൻ ആൻഡ് പിതാവ് മിസ്റ്റർ PN നൈനാൻ, മാതാവ് ഗ്രേസി നൈനാൻ നമ്മോടുകൂടെ ഉണ്ട്. ജിനുവിന് ഒരു സഹോദരിയുണ്ട്, ജിജിയും ഹസ്ബൻഡും നമ്മളോടുകൂടെ കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് 2 മക്കളാണുള്ളത്. സഹോദരി ജൂസി ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ക്രിസ്തുവുമായുള്ള
ഈ വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. സഹോദരി ബാംഗ്ലൂരിൽ തന്നെ കരിസ്മാറ്റിക് അസംബ്ലിയുമായുള്ള ബന്ധത്തിൽ ബാംഗ്ലൂരിൽ തന്നെ തൻ്റെ പഠനവും അതോടൊപ്പം തന്നെ കുട്ടികൾക്കിടയിലുള്ള സൺഡേ സ്കൂളും അങ്ങനെയുള്ള കാര്യങ്ങൾ ആത്മീയ പ്രവർത്തനങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു പോരുന്നു. പ്രിയ സഹോദരി ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ആത്മീയമായിട്ട് സന്തോഷമുള്ളൊരു സഹോദരിയാണ്. അപ്പോൾ ഞങ്ങൾ ഈ വിവാഹത്തിൻ്റെ കാര്യത്തിന് ഞങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ പ്രിയ സഹോദരൻ ജിനു ഞങ്ങളോട് നിരന്തരമായി കുവൈറ്റിലായിരുന്നപ്പോൾ ഞങ്ങളുമായിട്ടൊരു കോൺടാക്റ്റിലിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒരു ഉറപ്പുണ്ടായിരുന്നു, നിശ്ചയമായും അദ്ദേഹത്തിന് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ഒരു വധുവിനെ കണ്ടെത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമെന്നൊരു കോൺഫിഡൻസ് പ്രിയ സഹോദരൻ ഉണ്ടായിരുന്നു. അപ്രകാരം ഞങ്ങളോട് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഞങ്ങൾ അക്കാര്യത്തെക്കുറിച്ച് പല കാര്യങ്ങൾ അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എല്ലാം ലോകസ്ഥാനത്ത് മുൻപ് തന്നെ എല്ലാം മുൻനിശ്ചയിച്ച പ്രകാരം പ്രിയ സഹോദരി ജൂസിയുടെ കാര്യം ഞങ്ങൾ അതിനും ജൂസിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം എന്ന വണ്ണം പ്രിയ സഹോദരൻ ജിനുവിനെയും ജൂസിയെയും കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുവാനിടയായി. അങ്ങനെ പരസ്പരം ആലോചിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് ഞങ്ങൾക്ക് മനസ്സിലായി. ഇത് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ, ഏകദേശം ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ ആലോചനകൾ തുടങ്ങുകയും ഞങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജീവിതത്തിലെല്ലാം പ്രിയ സഹോദരി ജൂസിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു. പ്രിയ സഹോദരിയും കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു സഹോദരനെയാണ് ആഗ്രഹിച്ചത്. അപ്രകാരം തന്നെ കർത്താവ് അവർക്ക് വേണ്ടി കരുതി. പ്രിയ ജൂസിയുടെ പിതാവ് CP ഗബ്രിയേൽ, ജൂസിക്ക് ഒരു സഹോദരനുണ്ട് ജൂബി ഗബ്രിയേൽ. അദ്ദേഹം ബാംഗ്ലൂർ കരിസ്മാറ്റിക് അസംബ്ലിയിലെ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മൂന്തപുരം താലൂക്കിൽ പുല്ലൂർ വില്ലേജിൽ ചാമക്കാല ഹൗസ് മിസ്റ്റർ CP ഗബ്രിയേലിൻ്റെയും മിസസ് സിസിലി ഗബ്രിയേലിൻ്റെയും ഇളയ മകളും